ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ആദ്യം കുറച്ച് വിഷമമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അത് വെറുതെ പോയതല്ലല്ലോ, മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ലേ. ആര്? അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പൊ സംസാരിക്കണ്ട. എന്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് നിന്നോട് പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇതെങ്ങനെയാ? എനിക്കറിയില്ല ഏട്ടത്തി. മോളെ നീ വിഷമിക്കണ്ട. നിന്നെ എന്ത് പറഞ്ഞ മോളെ ഞാൻ ആശ്വസിപ്പിക്കണ്ട. അത് തന്നെയാ ഞാനും പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ശരിക്കും എന്താ സംഭവിച്ചേ? നീ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ? ധനുഷ് തന്നൊരു മാമ്പഴ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ആ നന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇനി അതൊരു കള്ളമായിരുന്നോ? ഒരു ജ്യൂസ് കുടിച്ചാൽ പ്രഗ്നൻസി പോവോ? ഞങ്ങൾ എന്തോ ഒരു സ്വപ്നം കണ്ടത് ഏട്ടത്തി. ധനുഷ്, ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നല്ലോ അല്ലേ? നല്ല ഫ്രഷ് മാമ്പഴം തന്നെയായിരുന്നു അത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി തീരൂ. പറഞ്ഞു പറഞ്ഞ് ഇവളിപ്പോ എന്റെ നേരെ എല്ലാം തിരിച്ചോണ്ട് വരികയാണല്ലോ. ഇതെങ്ങാനും തെളിയിക്കപ്പെട്ടാ ഞാൻ കുടുങ്ങും. ഇതിന്റെ കുന്തമുന ഇവക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചേ പറ്റൂ. ഇതിപ്പോ വേറൊന്നും കൊണ്ട് സംഭവിച്ചതല്ല. നിന്റെ വയറ്റിലൊരെണ്ണം ജനിച്ചിട്ടില്ലേ, അതിന്റെ ജാതകദോഷം കൊണ്ടാ ഇതെല്ലാം. അനാവശ്യം പറയരുത്. ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും അർച്ചന പ്രസവിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ. ഇവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോ തൊട്ടുണ്ടായ കുഴപ്പങ്ങളാ ഇതൊക്കെ. നീ എന്താ അതൊക്കെ മറന്നുപോയോ? ആദ്യം നന്ദേട്ടനും ഞാനും തമ്മിൽ വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് തുലാഭാരം തൂക്കിയപ്പോ തട്ടുപൊട്ടി വീണു. ഇപ്പതാ സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞും പോയി. ഇതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? എഴുതി ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്.